ഹലോ! ദേ രാവിലെ നമ്മുടെ അച്ഛനിരുന്ന് കൊപ്ര അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് സംഭവം എല്ലാം ഉണങ്ങി കിട്ടും. കാർത്തിക്കും അച്ഛനും കൂടാണ് അരിയുന്നത്. പക്ഷെ കാർത്തിക് ഇന്ന് എണീക്കാൻ കുറച്ച് താമസിച്ചോണ്ട് അച്ഛൻ തന്നെ ഇരുന്ന് അരിയാണ്. അപ്പം ഞാൻ അച്ഛന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കാന്ന് വിചാരിച്ചു. രാവിലെ കൊടുത്തതാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസും കൂടെ കൊടുക്കുന്ന പതിവാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാർത്തിക്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്റർലോക്കിന്റെ വർക്ക് കഴിഞ്ഞെങ്കിലും പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ബംഗാളി ഭയ്യമാരെല്ലാം അവരുടെ നാട്ടിൽ പോയി. അപ്പൊ ഇതാ ഇന്ന് വരുമെന്ന് പറഞ്ഞോണ്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, അമ്മ വീഡിയോ എടുക്കുന്നെങ്കിൽ എടുത്തോ, ഞാനെല്ലാം മാറ്റിക്കോളാം. ഇതെല്ലാം കാർത്തികിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ തന്നെ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ മാറ്റി ചെരുപ്പിന്റെ സ്റ്റാൻഡൊക്കെ എടുത്ത് മുകളിൽ വെച്ച് അവിടെ ഫുള്ള് നീറ്റ് ക്ലീൻ ആക്കി. അങ്ങനെ നമ്മുടെ പണിക്കാർ വന്നിട്ടുണ്ട്. ഒരു പുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് തീർന്നത്. പുള്ളി വന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉച്ചയായപ്പോൾ എനിക്ക് വിശന്നു ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് ചോറുണ്ണാൻ നല്ല തീയലും ചൂരക്കറിയും ഉണ്ട് കേട്ടോ. എനിക്ക് ചൂരക്കറീനെക്കാട്ടി ഇഷ്ടം തീയലാണ്. തീയലുള്ള ദിവസം എനിക്ക് നേരത്തെ വിശക്കും. അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ ചോറുണ്ണും. ചൂട് ചോറാണ്. എൻ്റെ വാ പൊള്ളിപ്പോയി. എന്നിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് പോളിഷിങ്ങും കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഏതാണ്ട് നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരു പോളിഷിങ്ങിന്റെ വർക്കിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കയറി വരുന്ന റൈറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ലുക്ക് ഇതാ ഫുൾ ഇങ്ങനെയാണ്. അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പം ചത്ത കുത്തി കുഴഞ്ഞു കഴിച്ചു. നമ്മുടെ പോളിഷിങ്ങിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി ഇന്ന് വെളിയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി നമുക്കൊന്ന് ഫ്രഷ് ഒക്കെ ആവണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഒരാൾ എൻ്റെ മൈക്കും എടുത്ത് വെച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.